അധികാരത്തിലേറ്റിയ അന്നു മുതൽ വി.ഡി. സതീശനെതിരെ വ്യാപകമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയത്. അപ്പോൾ അതിൽ ഓരോന്നും ഓരോ ദിവസവും ആരോപിക്കുമെങ്കിലും 2 ദിവസം കൊടുത്തിനുള്ളിൽ വി.ഡി. സതീശന് മറുപടി നൽകിയിട്ട് അതോടുകൂടി അങ്ങ് ഒതുങ്ങിപ്പോകുന്നതാണ് കണ്ടത്. പക്ഷേ അങ്ങനെ കുറേ കാര്യങ്ങൾ ആരോപിക്കാൻ തുടങ്ങി. പല കാര്യങ്ങൾ, വിഴിഞ്ഞമാണെങ്കിലും മദ്യത്തിന്റെ വീര്യം കുറഞ്ഞ മദ്യം വരുത്താനാണെങ്കിലും, പിന്നെ KSUയുടെ ഇഷ്യൂ ആണെങ്കിലും, PM ശ്രീ ആണെങ്കിലും, അങ്ങനെ പല സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്നു. പിന്നെ അതിനുശേഷം ആണ് ഒരു MDMA, അതായത് വി.ഡി. സതീശൻ വീട്ടിൽ പോയി അയാളുടെ വീട്ടിൽ പോയിട്ടിരുന്നു, വി.ഡി. സതീശന്റെ ഓഫീസിൽ ലഹരി മാഫിയ പിടിപുറക്കുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഏറ്റവും അവസാനം കിട്ടിയൊരു സംഭവം. അപ്പം അതിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് ഇപ്പം ഇടതുപക്ഷം. കാരണം എന്താണെന്ന് വെച്ചാൽ വി.ഡി. സതീശനെ ഏറ്റവും തളർത്താൻ പറ്റിയ ഒരു ആയുധമാക്കുകയാണ് ഈ ഒരു ആരോപണം കൊണ്ടും വരുന്നത്. അത് ആദ്യം കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. അതിനുള്ള മറുപടി വി.ഡി. സതീശൻ നൽകി. വി.ഡി. സതീശൻ അറിയുന്ന ആൾ തന്നെയാണ്, ഞാൻ അവിടെ പോയിട്ടുണ്ട്, വീട്ടിൽ പോയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും വി.ഡി. സതീശൻ പറഞ്ഞു. പക്ഷേ അതിൽ ചില തെറ്റുകളുണ്ട് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. കാരണം വി.ഡി. സതീശൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ നവകേരള സദസ്സിന് അടിത് കെട്ടിയിട്ട് അതിനുശേഷമാണ് ഈ പ്രതിയായ മുഹമ്മദ് ഹുസൈനെ കാണാൻ പോയതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷമല്ല, അതിനു മുമ്പാണ് ഈ സംഭവം പോയത്. അതിന്റെ വീഡിയോസ്, നേരത്തെ ഫോട്ടോയും വീഡിയോസൊക്കെ ഈ ഫേസ്ബുക്കുകളിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചാക്രമിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് എപ്പോഴും നുണ പറയുന്ന ആളാണ് വി.ഡി. സതീശൻ എന്നുള്ള ഒരു ആരോപണം. നുണേശൻ എന്നാണ് വിളിക്കുന്നത്. അതെ, അങ്ങനെ നുണേശൻ എന്ന് വിളിക്കുന്ന വി.ഡി. സതീശൻ പുതിയ നുണ ഓരോ ദിവസവും, എല്ലാ ബുധനാഴ്ചയും അല്ലെങ്കിൽ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നടത്തുന്ന പത്രസമ്മേളനത്തിൽ ഓരോ നുണ പുറത്തിറക്കുമെന്ന്, അതായത് സെക്രട്ടറി, അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വരെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോന്നാണ്, അതായത് പറയുന്നതിൽ എന്തെങ്കിലും ഒരു നുണ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ ആഴ്ചയും നടത്തുന്ന പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിലും ഈ നുണ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ പറഞ്ഞതും നുണയാണെന്നുള്ള രീതിയിലാണ് വരുത്തി തീർക്കുന്നത്. അപ്പൊ അതിനുള്ള മറുപടി വി.ഡി. സതീശൻ കൊടുത്തിട്ടില്ല. അതെന്തായാലും അടുത്ത ദിവസമായിട്ട് വരുമായിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ആലോചിക്കുന്നത്, ഇങ്ങനെ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടൊന്നും വി.ഡി. സതീശനെ ഏൽക്കുന്നില്ല. എന്ത് ആരോപണം ഉന്നയിച്ചാലും വി.ഡി. സതീശനെ അടിച്ചൊതുക്കുന്നു, അല്ലെങ്കിൽ വെടിക്കെട്ട് മറുപടിയൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് മറുപടി നൽകുന്നത്. അതോടുകൂടി അത് ഒതുങ്ങിപ്പോകുന്നു ആരോപണം. അപ്പോൾ ഒരു രക്ഷയില്ലാതായി ഒരു ഘട്ടം എത്തിയോ എന്നുള്ള ഒരു സംശയമാണ്. കാരണം ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ആരോപണങ്ങളും വാക്കുകളിലും ഇങ്ങനെ പത്രസമ്മേളനത്തിലൂടെ ആരോപിക്കുക അങ്ങനെയുള്ളതല്ലാതെ, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ആരോപിക്കുക, അതൊക്കെ കൂടാതെ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. കടലിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. കടലിനെ മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ചു, പിന്നെ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനില്ല എന്നുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ കുറെ ആരോപണങ്ങൾ വരുന്നുണ്ട്. അന്ന് തുടങ്ങിയപ്പോൾ മുതൽ ഓരോ ദിവസവും ഓരോ ആരോപണങ്ങളാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഈ സംഭവങ്ങൾ വന്നതിന് ശേഷം ഇപ്പോ ഒരു രക്ഷയില്ല എന്ന് തോന്നിയപ്പോൾ, അതായത് വി.ഡി. സതീശൻ എല്ലാ ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി കൊടുക്കുന്നു, അതോടുകൂടി ആ ആരോപണം ഒതുങ്ങിപ്പോകുന്നു എന്ന് പറയുമ്പോൾ, അതിന്റെ സമരത്തിന്റെ ഒരു മുഖം മാറ്റിയ രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം പറവൂരിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് SFIയോ DYFIയോ അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടന എല്ലാം കൂടി മാർച്ച് നടത്തുന്നു, ജലപീരങ്കി ഉപയോഗിക്കുന്നു. വളരെ അക്രമാസക്തമായിട്ടില്ല എങ്കിലും ആ ഒരു രീതിയിലാണ് മാർച്ച് നടന്നത്. ഇപ്പോൾ വർഷങ്ങളായിട്ട് കാണാതിരുന്ന പ്രതിപക്ഷത്തിന്റെ, അല്ലെങ്കിൽ SFIയുടെയും DYFIയുടെയും ഒക്കെ സമരം വീണ്ടും, CPM-ന്റെ ഒക്കെ സമരം വീണ്ടും കണ്ടു തുടങ്ങിയിരിക്കുന്നു. പിന്നെ അതിന്റെ ഒരു മുഖം വളരെ കാലത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ കാണുന്നതെന്ന് തോന്നുന്നു. അതുകൂടാതെ വേറെ മറ്റു പല, പിന്നെ തിരുവനന്തപുരത്ത് സമരം നടത്തുന്നു. ഇങ്ങനെ വീണ്ടും സമരത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു. സമരത്തിന്റെ മുഖം മാറ്റി വി.ഡി. സതീശനെ താറടിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ എന്താണ് വി.ഡി. സതീശൻ ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിൽ തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നാണോ സംശയം? അല്ല, ഇപ്പോൾ സമരം എന്തായാലും ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. 10 വർഷം അധികാരത്തിലിരുന്ന ഒരു പാർട്ടി പ്രതിപക്ഷത്തേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇടതുമുന്നണിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കോൺഗ്രസിനെയും CPM-നെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ LDF-നെയും UDF-നെയും താരതമ്യം ചെയ്യുമ്പോൾ പറയുന്ന 2 കാര്യത്തിലൊന്ന് ജനാധിപത്യ പാർട്ടിയും കേഡർ പാർട്ടിയും, മറ്റൊന്ന് കോൺഗ്രസിന്റെയും UDF-ന്റെയും സമരങ്ങളും നടന്ന അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല. അവരങ്ങനെ അക്രമങ്ങളിലേക്കൊന്നും പോകുന്ന രീതിയിൽ വളരെ കുറവാണെന്നാണ്. എന്നാൽ തിരിച്ച് CPM-ന്റെയും LDF-ന്റെയും സമരങ്ങൾ നമ്മൾ വിലയിരുത്തുന്നത് എപ്പോഴും അക്രമസക്തമാകുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്കൊക്കെ പോകുന്ന സമരങ്ങളാണ്. അത് തന്നെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇനിയുള്ള 5 വർഷവും
തെരുവിലുണ്ടാകുമെന്ന് അന്ന് പ്രതിപക്ഷത്തായപ്പോൾ അല്ലെങ്കിൽ ഇടതുമുന്നണി പരാജയപ്പെടുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഇനിയുള്ള 5 വർഷം സമരങ്ങളുടെ കാലമാണ്. അവർ സമരവുമായി പല രീതിയിലുള്ള സമരവുമായി തന്നെ മുന്നോട്ട് പോകുന്നുള്ളത്. ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ പല വിഷയങ്ങളിലും അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സമരങ്ങളിൽ നിന്നൊക്കെ മാറി സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ സംസാരിക്കുന്നു, കോൺഗ്രസ് പാർട്ടിക്കെതിരെ, സർക്കാരിനെതിരെ സംസാരിക്കുമ്പോൾ അതൊന്നും തന്നെ ഫലം കാണുന്നില്ല. പിണറായി വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പോലും അതെല്ലാം തിരിച്ചടിയാണാകുന്നത്. അങ്ങനെ ആയിരിക്കണം CPM വിചാരിക്കുന്നത്. പഴയ ശൈലി, CPMന്റെ പഴയ ശൈലിയാണ് സമരങ്ങൾ എന്ന് പറയുന്നത്. ശക്തമായ സമരങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങാം, ശക്തമായ സമരങ്ങൾ നടത്തേണ്ട സമയമായിരിക്കുന്നു. അല്ല, ഈ സമരങ്ങൾ ശക്തമാവുന്നതിന് കൂടെ വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്. കാരണം അക്രമാസക്തമായ സമരം മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസ് ഇടപെടും. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയുള്ളൂ. ഇതിൽ എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളുടെ ഗൗരവം മാറി, കഥ മാറി, പിന്നെ വരുന്നത് വേറെ രീതിയിലായിരിക്കും. ആ ഒരു രീതിയിലേക്ക് അക്രമം അഴിച്ചുവിടാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇത്രയും താഴ്ന്നു നിൽക്കുകയാണ് ഇപ്പം. കാരണം തോറ്റതിന്റെ പരാജയത്തിന്റെ വളരെയേറെ വേദന, അല്ലെങ്കിൽ എന്താ പറയാ, ഇതിൽ നിന്ന് ഒന്ന് കയറി വരാൻ എന്തെങ്കിലും ഒരു മാർഗം ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ 3 മാസമായിട്ട് പലതും ശ്രമിച്ചു നോക്കിയിട്ടും നടക്കുന്നില്ല. അപ്പൊ ഇനി എന്തായാലും എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഒന്ന് ഉയർന്നു വരേണ്ടത് ഇവർക്ക് അത്യാവശ്യമായിട്ട് മാറിയിട്ടില്ലേ? ഉയർന്നു വരേണ്ടത് അത്യാവശ്യമാണ്. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സമരം ചെയ്യുന്നതാണ്. അതിപ്പം SFI ആയാലും DYFI ആയാലും പഴയ പോലെ അല്ല. CPMന്റെ അകത്തുള്ള ഐക്യമൊക്കെ നഷ്ടപ്പെട്ടു. CPMന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ചേരിയാകുന്നു, ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു. CPMനും CPIക്കും പോലും ഒരുമിച്ച് നിൽക്കാൻ, അല്ലെങ്കിൽ ഒരു മുന്നണിയായി നിൽക്കുമ്പോൾ പോലും വലിയ തൃപ്തിയോടുകൂടിയൊന്നും അല്ല CPMഉം CPI ഒന്നും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതിനപ്പുറത്തേക്ക് പാർട്ടിക്കകത്തൊരു ഐക്യം ഉണ്ടാകാൻ സമരങ്ങൾ സഹായിക്കുമെന്ന ചിന്താഗതിയിൽ തന്നെയാണ് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ED വരുമ്പോൾ അവിടെ സമരവുമായി വലിയ പ്രതിഷേധവുമായി എത്തുന്നത്. അത് ഏത് രീതിക്കാണ് പിന്നീട് വിനയായത്? ആദ്യം ചിന്തിച്ചത് അതിനെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാം, CPMൽ ഇതുവരെ ഇല്ലാത്തൊരു ഐക്യം കൊണ്ടുവരാൻ വേണ്ടി അവർ സമരങ്ങളുമായി രംഗത്ത് വന്നു. പക്ഷെ അത് പിന്നീട് തിരിച്ചടി ഉണ്ടാവുകയാണ് ചെയ്തത്. ഇപ്പൊ എല്ലാ സമരങ്ങളും തിരിച്ചടി ഉണ്ടാകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. സമരം ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. സമരം ചെയ്യട്ടെ. കഴിഞ്ഞ 10 വർഷം തെരുവിൽ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഒക്കെ സമരം ചെയ്തവരാണ്. കോൺഗ്രസ്സുകാരും UDF സമരം ചെയ്തവരാണ്. അതുപോലെ തന്നെ ജനാധിപത്യ രീതിയിൽ ഇടതുമുന്നണിക്കും BJPക്കും ഒക്കെ സംസ്ഥാനത്ത് സമരം ചെയ്യാനുണ്ട്. എന്തായാലും CJPയോട് കേന്ദ്ര സർക്കാർ ചെയ്ത പോലെ ഒരു നിലപാടൊന്നും കേരള സർക്കാർ എടുക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. കാര്യം അത്രത്തോളം ജനാധിപത്യ മൂല്യങ്ങളെയൊക്കെ ചവിട്ടിയരയ്ക്കാൻ കേരളത്തിലെ സർക്കാർ, പ്രത്യേകിച്ച് പുതിയ സർക്കാർ, 10 വർഷം പ്രതിപക്ഷത്തിരുന്ന സർക്കാർ തുനിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ സമരം ചെയ്യുമ്പോൾ അത് ഇവർ പറയുന്ന ഒരു ആരോപണങ്ങളും ഇതുവരെയും സത്യത്തിൽ വി ഡി സതീശനെ ഏറ്റിട്ടില്ല. ഇനി സമരം ചെയ്താൽ വി ഡി സതീശനെ ഏൽക്കുമോ എന്നാണ് ഇവർ നോക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ചേട്ടൻ പറഞ്ഞത് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിൽ, SFIയുടെ സമരത്തിൽ പോലീസുകാരോട് വളരെ കയർത്തുകൊണ്ട് സംസാരിക്കുന്നു. പെൺകുട്ടികളെ പോടി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാണ് അവർ കയർക്കുന്നത്. സമരമുഖത്ത് അല്ലെങ്കിൽ സമരം ചെയ്യുന്ന സമരത്തിന്റെ സ്വഭാവം മാറുന്നത് നമ്മൾ ഈ സമരങ്ങളിൽ കാണുന്നുണ്ട്. അതാണ് പോലീസുകാരോട് വളരെ മനഃപൂർവ്വം ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെയാണ്. പക്ഷെ ആ പോലീസുകാരൻ വളരെ കൃത്യമായി തന്നെ ശാന്തനാവും, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അത് കേരള പോലീസിന്റെ കഴിവാണ്. എപ്പോഴും അവർ അത്രയും സമാധാനത്തോടുകൂടി കാര്യങ്ങളൊന്നും ക്ലിയർ ചെയ്യാൻ നിൽക്കുന്നില്ല. പിന്നെ പോടിയെന്ന് വിളിച്ചത് ഒരു സ്ത്രീ അല്ലെങ്കിൽ പോലീസുകാർ സമരം ചെയ്തവരെ പോടിയെന്ന് വിളിക്കുന്നതൊന്നും ശരിയാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. എടി പോടിയെന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ പറയുന്ന SFIക്കാർ ചിന്തിക്കണം, തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കുമെന്ന് സമരമുഖത്ത് പറഞ്ഞ ആളുകളാണ് ഈ പോടി എന്ന് വിളിക്കുമ്പോൾ വലിയ രീതിയിൽ വേദനയായി അല്ലെങ്കിൽ വലിയ രീതിയിൽ അതിനെ എടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പൊ അവര് മുമ്പ് പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ഒക്കെ ജനങ്ങൾ നോക്കി കാണുന്നുണ്ട്. അതൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം സംസാരിക്കാൻ. സമരം ചെയ്യുന്നതിൽ പ്രശ്നമില്ല. പോലീസുകാരെ പ്രൊവോക്ക് ചെയ്യാനും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കാതിരിക്കുന്നതാണ് എപ്പോഴും SFIക്കാർക്ക് നല്ലത്. പിന്നെ പോലീസുകാരോട് MLA കോട്ടേഴ്സ് അടിച്ചു തകർക്കുമെന്നാണ് പറയുന്നത്. അല്ല, MLA കോട്ടേഴ്സ് അടിച്ചു തകർക്കും എന്ന് പറയുന്നതിനടുത്തുള്ള ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും നമുക്കറിയാം, കോൺഗ്രസിന്റെ സമരം പോലെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെ സമരം പോലെ അല്ല SFIയുടെ സമരം എന്ന് പറയുന്നത്. പൊതുമുതലടക്കം എല്ലാം അടിച്ചു നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് വെച്ച് ഇവർ പറയുകയാണ് പോലീസുകാരോട് MLA കോട്ടേഴ്സ്. അങ്ങനെ പൊതുമുതൽ അടിച്ചു നശിപ്പിക്കും എന്തായാലും പോലീസ് എന്തായാലും നോക്കി നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്തവണ ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല വന്നപ്പോൾ മുതൽ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടുമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ, തൂഫാൻ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ എന്തോരം കൃത്യമായിട്ട്, അല്ലാതെ കുഴപ്പം പരിപാടിയൊന്നുമല്ല. പേരിനൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നു, ആ പരിപാടിയല്ല നടക്കുന്നത്. ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര വകുപ്പും വളരെ കൃത്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പൊതുമുതൽ നശിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ശക്തമായ നടപടി എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തായാലും
വെറുതെ ഇരിക്കുന്ന തോന്നില്ല. അത് പ്രത്യേകം മുന്നറിയിപ്പ് ആദ്യം തന്നെ നൽകുന്നുണ്ട്. അവര് വെല്ലുവിളിക്കാണ് MLA കോട്ടേഴ്സ് അടിച്ചു തീർക്കും. ഈ MLA കോട്ടേഴ്സ് അടിച്ചു തീർക്കാൻ ഇവര് പറയുന്ന പോലെ എളുപ്പമാണോ? പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ചിന്തിക്കണം. SFIക്കാർ സമരത്തിന് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി എല്ലാവിധ പിന്തുണയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടി. കേരള സർവകലാശാലയിൽ സമരം ചെയ്യുമ്പോൾ പോലീസുകാർ പിടിച്ചു കയറ്റിയ ദൃശ്യങ്ങൾ വരെ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് മാറി, ഭരണം മാറി, പഴയ പോലെ ഒരു ആനുകൂല്യവും പോലീസുകാരുടെ കയ്യിൽ നിന്ന് കിട്ടില്ല. പിന്നെ പിന്നെ അടി കൊണ്ടു, തല്ലി, ടിയർ ഗ്യാസ് എറിഞ്ഞു, ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാര്യം ഇത്രയും നാൾ 10 വർഷം കിട്ടിയ ഒരു ആനുകൂല്യം ഇവർക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല. അത് ഇവർ മനസ്സിലാക്കണം. പോലീസുകാരുടെ ഭാഗത്തു നിന്ന് അവരെ അങ്ങോട്ട് ചൊറിയാൻ പോയാൽ അവർ തിരിച്ച് മാന്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ തല്ല് കിട്ടിയതിനു ശേഷം എന്തായാലും ഞാൻ വിശ്വസിക്കുന്നില്ല പണ്ട് നവകേരള സദസ്സിന്റെ ഇടയിൽ അടി കിട്ടിയപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞതുപോലെ ഒന്നും സർക്കാർ ന്യായീകരിക്കില്ല. പക്ഷെ വെറുതെ പോലീസുകാരെ ചെന്ന് ചൊറിയാൻ പോവുകയാണെങ്കിൽ അടി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ വെല്ലുവിളികളൊക്കെ എന്തിനാണ്? ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രീതിയിൽ ആർക്കും സമരം ചെയ്യാം. MLA കോട്ടേഴ്സ് അടിച്ചു തകർക്കും എന്ന് പറയാൻ, അല്ലെങ്കിൽ അത്രത്തോളം വലിയ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയമുണ്ട്. പെൺകുട്ടിയോട് പോടി എന്ന് പറഞ്ഞു സാർ, അപ്പൊ ഇനി നിങ്ങൾ ഇതുപോലെ സംസാരിക്കുകയാണ് എങ്കിൽ MLA കോട്ടേഴ്സ് അടിച്ചു തകർക്കും എന്ന് പറയുന്ന ആർഷോ ഇപ്പോഴും ഇവരുടെ പാർട്ടിയിൽ തന്നെ ഉള്ളതാണ്. ആർഷോ എന്താണ് പെൺകുട്ടികളോട് കാണിച്ച മാന്യതയെന്നും എന്താണ് സംസാരിച്ചതെന്നും ഒക്കെ അറിയാവുന്നതാണ്. ആർഷോ മാത്രമല്ല, പല ആളുകൾ ഇത്തരത്തിൽ സ്ത്രീകളുമായി സംസാരിച്ചതിലൊക്കെ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവരാണ് പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. പോടി എന്ന് വിളിച്ചപ്പോൾ വളരെ വലിയ രീതിയിൽ സംസാരിക്കുന്ന ഇവർ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം, നല്ലതാണ്. എന്തായാലും CPM-ന് തിരിച്ചു വരാൻ സമരങ്ങൾ ചെയ്തേ പറ്റൂ. സമരമുഖത്ത് സജീവമായേ പറ്റൂ. ഏത് വിധത്തിലും നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ തിരികെ കൊണ്ടുവരണം. അത് CPM-ന്റെ ആവശ്യമാണ്. അതെ, ഇതിനകത്ത് ഇപ്പോ പിന്നെ MDMA ഈ മുഖ്യമന്ത്രിയുടെ അറിയുന്ന ഒരാൾ, അതായത് അല്ലെങ്കിൽ എന്താണ് ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾ അറസ്റ്റിലായതിനു ശേഷം പല രീതിയിലാണ് CPM പ്രവർത്തകർ പല ഇതും വന്നിട്ടുണ്ട്. ഇപ്പം ബാലൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ബാലൻ പറഞ്ഞത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തൂഫാൻ വളരെ നല്ല രീതിയിൽ പോകുന്നു, ആളുകളെ ആരാണെന്ന് നോക്കാതെ നടപടി എടുക്കുന്നു എന്നുള്ള ഒരു സംഭവം പറഞ്ഞല്ലോ. അതുപോലെ അതേ സമയത്ത് മറ്റേ VN വാസവൻ പറഞ്ഞിരിക്കുന്നത് പൂക്കി ചിരിയിൽ നിന്ന് പൂക്കിപ്പൊടിയിലേക്ക് മാറി ഈ സതീശന്റെ രീതി എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതൊരു വിസ്മയമാണ്. ഞാൻ പറയുന്നത് തൂഫാനുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളെ രാഷ്ട്രീയമായി വിമർശിക്കാം, എല്ലാം ചെയ്യാം. കേരളത്തിന് ഏറ്റവും അത്യാവശ്യപ്പെട്ട നല്ല റോഡുകൾ വേണം, വികസനം വേണമെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് വേണ്ടത് ഓപ്പറേഷൻ തൂഫാൻ പോലെ ഒരു പദ്ധതിയാണ്. യുവാക്കളെ സംരക്ഷിക്കണം, യുവാക്കളെ നിലനിർത്തണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്ത് യുവാക്കൾ ആരും നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നിൽക്കുന്നവരെല്ലാം ലഹരിക്ക് അടിമയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് സർക്കാർ മുന്നിട്ടെടുക്കുന്നത്. അപ്പൊ ബാലൻ എടുക്കുന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇത് ചിലപ്പോൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മളെ ഒരു സർക്കാർ, പ്രതിപക്ഷം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും വിമർശിക്കുന്നതല്ല. നല്ല പ്രതിപക്ഷം നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് അംഗീകരിക്കണം, സപ്പോർട്ട് ചെയ്യണം. കാര്യം അതോടുകൂടി കേൾക്കുന്ന ആൾക്കാർക്കും ബാലനോട് ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ നല്ല പദ്ധതികളെയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്താണ്, പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ സർക്കാർ ചെയ്യുന്ന ഏത് കാര്യത്തെ എതിർക്കുക എന്നല്ല, നല്ല കാര്യങ്ങളെ അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ ദയനീയ അവസ്ഥയിൽ തന്നെയായിരിക്കും CPM ഇനിയും മുന്നോട്ട് പോകാൻ പോകുന്നത്.